ഹലോ. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ പത്തിരിക്കുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല തിന്നായിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ മാവ് അവിടെ കുഴച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കന് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷ്രെഡ് ചെയ്ത് വേറൊരു പാനിൽ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് വേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ റോസ് മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ സവാളൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ചിക്കന് വേവിക്കുമ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മളെ സവാള അവിടെ ഗോൾഡൻ കളറായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അതിനായിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കൈപ്പിടി നിറയെ മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പത്തിരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഞാൻ കറക്റ്റ് 6 ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ ബോൾസും ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെറിയൊരു പൂരിയുടെ വലുപ്പത്തിലൊന്ന് ആദ്യം പരത്തിയിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാനിവിടെ ചെറിയൊരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലൊരു പൂരിയുടെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് മൈദ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു പൂരി അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാം. നല്ലോണം തിന്നായിട്ട് വേണം കേട്ടോ നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അത്യാവശ്യം റൗണ്ടിൽ തന്നെ ഞാനിവിടെ പരത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിവിടെ നല്ല വലുപ്പത്തിൽ തന്നെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം പരത്തിയിട്ടെടുക്കുക. ഇനി ഇത് നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇതുപോലെ എല്ലാം ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് ഒന്ന് കുക്കായി വന്നാൽ മതി. ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അത്രയും കണ്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇത് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് കറക്റ്റായിട്ട് തന്നെ 2 പത്തിരിയായിട്ട് വിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ
സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഓയിലും മൈദൊക്കെ ആക്കി കൊടുത്തിട്ട് പരത്തിയെടുത്ത കാരണം നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതായി കണ്ടില്ലേ, ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പത്തിരി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പത്തിരിയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ നല്ല തിന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. തിന്നായിട്ട് വന്നാലാണ് കേട്ടോ കറക്റ്റ് നമുക്ക് ചട്ടിപ്പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റ്. പത്തിരിയെല്ലാം റെഡിയാക്കിയിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 6 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ അടിച്ചെടുത്തത് നമുക്ക് വേറൊരു ബൗളിലേക്ക്, ഒരു പരന്നിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാനുള്ള ആ ഒരു പാനിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിലും ചുറ്റുഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചട്ടിപ്പത്തിരിയുടെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഓരോ ചപ്പാത്തിയും ഇതുപോലെ ആ ഒരു മുട്ടയുടെ മിക്സിൽ അതിൽ മുക്കിയിട്ടെടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാനിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ചട്ടിപ്പത്തിരിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ ലെയറും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ ലെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റത്തെ പത്തിരി ഇതുപോലെ ഈ ഒരു മിക്സിയിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്ത ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചട്ടിപ്പത്തിരി പൊട്ടിപ്പോവാണ്ട് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സൈഡിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാ സൈഡിലേക്കും ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു പഴയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ഇത് കറക്റ്റ് ഒരു 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക്, വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാനിലും നമ്മൾ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. നല്ല ചൂടുള്ള ടൈമിൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ ഇത് കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിട്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പറായിട്ടുള്ള സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.